ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ ബൈബിളിലെ ചില വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ബൈബിൾ പറയുന്ന ഓരോ പ്രവചനങ്ങളും ഇന്ന് നമ്മുടെ കൺമുൻപിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് യേശു തന്റെ പരസ്യശുശ്രൂഷയുടെ കാലയളവിലൊക്കെയും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. ഇന്നിപ്പോൾ നമുക്ക് പശ്ചിമേഷ്യയിലെ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്കും വളരെ വേദനയുണ്ട്. നിരപരാധികൾ മരിച്ചു വീഴുന്നത് ഓർക്കും. അതൊക്കെയും കാണുമ്പോൾ ഇപ്പോൾ യേശു ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്റെ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ അവിടെ ഉണ്ടാകും. അത് ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. എന്നാൽ യഥാർത്ഥമായും കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്നത് മനുഷ്യരാരും ഇതുവരെയും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നാമൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് നാം ഇവിടെ കുറച്ചുനാൾ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ നാം ഇവിടം കൊണ്ട് അവസാനിച്ചു പോയി എന്നാണ്. എന്നാൽ ഇതിനപ്പുറവും മനുഷ്യനൊരു ജീവിതമുണ്ട് എന്ന് ബൈബിൾ പറയും. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് യേശു മരിച്ചടക്കപ്പെട്ടതിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്. അത് ബൈബിളിൽ പറയുന്നു, യേശു ഉയർത്തെഴുന്നേറ്റതുകൂടെ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് കൂടെ ചേരും എന്ന് തിരുവെഴുത്ത് ബോധ്യമാക്കുന്നു. അപ്പോൾ ഈ ലോക ജീവിതമെന്ന് പറയുന്നത് മനുഷ്യൻ പാപത്തെ കാണുകയും പാപത്തെ സ്നേഹിക്കുകയും ദൈവം ചെയ്യരുതേ എന്ന് പറയുന്ന കാര്യങ്ങൾ പലരും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ മനുഷ്യന് കഴിയാത്ത ഒന്നുണ്ട്. ദൈവവുമായി അവൻ അകന്നു പോകുവാനും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുവാനും അവനിൽ അടങ്ങിയിട്ടുള്ള പാപമെന്ന് പറയുന്ന ആ കാര്യം മനുഷ്യന് സ്വയം അവരിൽ നിന്ന് നീക്കുവാൻ കഴിയുകയില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ പുത്രനായ യേശു, അതായത് സകല മനുഷ്യരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതും മരിച്ചടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ മനുഷ്യനെല്ലാം ഒരു പുതിയ സൃഷ്ടിയായി മാറേണ്ടതുണ്ട്. സ്വയം ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ കഴിയുകയില്ല. അതറിയുന്ന ദൈവം നമ്മുടെ ആത്മാവിന്റെ രക്ഷ നാം എപ്രകാരമാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും ജനനത്തിൽ കൂടി പുതിയ സൃഷ്ടിയായി മാറുമ്പോൾ ആ മനുഷ്യൻ അവന്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവിന്റെ വരവിൽ അവൻ യേശുവിനോട് കൂടെ എടുക്കപ്പെടുമെന്നും തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.
ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വച്ചു കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ യേശു ഏറ്റവും അധികം സ്നേഹിക്കുന്നതും യേശുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതുമായ യേശുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു പത്രോസ്. ഈ പത്രോസാണ് പറഞ്ഞത്, നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ കളഞ്ഞാൽ പോലും, കളയേണ്ടി വന്നാൽ പോലും ഞാൻ യേശുവെ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നപ്പോൾ യേശു പറയുന്നത്, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയാതെ കോഴി കൂകുകയില്ല എന്ന്. ഇതിന് കാരണം മനുഷ്യൻ പലപ്പോഴും ആരാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ വാക്കുകൾ ഉപയോഗിക്കും. എന്നാൽ അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അത്തരം ലോകത്താണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും, അതിനുശേഷമേ കോഴി കൂകുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. പത്രോസിനോട് ചോദിച്ചു, നീ ആ യേശുവിന്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിച്ചതിന് പത്രോസ് പറഞ്ഞ മറുപടി, ഞാൻ യേശുവിനെ അറിയുക പോലുമില്ല എന്നാണ്. കാരണം യേശുവിനെ ഞാൻ അറിയും, യേശുവിന്റെ കൂടെ ഉള്ളവനാണെന്ന് പറഞ്ഞെന്നാൽ പത്രോസിനെയും ചിലപ്പോൾ അവർ കൊല്ലുവാൻ ഇടയായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യന് ഭയമാണ്. അതിനാലാണ് പത്രോസ് പറഞ്ഞത്, ഞാൻ അറിയുകയില്ല. അപ്പോൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പലപ്പോഴും സംസാരിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ സംസാരിക്കും, നിറവേറ്റുവാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കും പലപ്പോഴും നാം പറയുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം നിറവേറ്റാതെ വരുമ്പോൾ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും. ഇപ്പോഴെവിടെ കോഴി കൂകിയപ്പോൾ പത്രോസ് മനസ്സിലാക്കി, ഗുരു പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു എന്ന്. താൻ ഏറ്റവും സ്നേഹിച്ച യേശുവിനെ തള്ളിപ്പറഞ്ഞതിന്റെ വേദന കൊണ്ട് ആ രാത്രിയിൽ പത്രോസ് വളരെയേറെ കരഞ്ഞു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അനേകര് കരയുന്നുണ്ടെങ്കിലും പത്രോസിന്റെ ആ കരച്ചിലിന് പ്രത്യേകത ഇവിടെ കാണിക്കുകയാണ്. ആ പത്രോസ് പിൽക്കാലത്ത് കാണുവാൻ കഴിയുന്നത്, പെന്തക്കോസ്ത് നാളിൽ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച സ്ഥലത്ത് 3000 പേര് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് സ്നാനമേറ്റു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിനെ നാം തള്ളിപ്പറഞ്ഞെങ്കിലും അത് മാനുഷികമായ ഒരു കാര്യം മാത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് യേശു പത്രോസിനെ ശക്തനാക്കി ഇന്നിവിടെ കാണുവാൻ കഴിയുന്നു. പത്രോസ് അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യനെ പത്രോസ് സൗഖ്യമാക്കുവാൻ ഇടയായി. യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിന്റെ മേൽ വ്യാപരിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീരയും അവർ തെറ്റ് ചെയ്തു. അവരെ പത്രോസ് ഒന്ന് ഭത്സിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞ അവർ 2 പേരും അവിടെ മരിക്കുവാൻ ഇടയായി തീർന്നു എന്ന് തിരുവെഴുത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ
അതിന് നാം നാളെയാകട്ടെ, പിന്നെ ഒരിക്കലാകട്ടെ എന്ന് നാം ഓർക്കരുത്. കാരണം ഒരു മനുഷ്യൻ എത്ര വയസ്സുവരെ അല്ലെങ്കിൽ എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേക പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം നമ്മെ ഉറപ്പിച്ചു നിർത്തും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിൽ 4-ാം യാമത്തിൽ യേശു കടലിന് മീതെ നടന്നു വന്നപ്പോൾ അവർ ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ടുപോയി. അപ്പോൾ യേശു അവരോട് വിളിച്ചു പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ തന്നെ ആളെ എന്ന് അവരെ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് പത്രോസ് യേശുവിനോട് ചോദിച്ചത്, ഞാനും നിന്റെ അടുത്തേക്ക് നടന്നു വരട്ടെ. യേശു വരുവാൻ പത്രോസിനോട് ആവശ്യപ്പെട്ടു. പത്രോസ് കടലിന് മീതെ നടന്ന് യേശുവിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കാറ്റ് കണ്ട് ഭയപ്പെട്ട് അവൻ കടലിൽ മുങ്ങിപ്പോകുവാൻ ഇടയായപ്പോൾ യേശു കൈനീട്ടി അവനെ പിടിക്കുവാൻ ഇടയായിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെട്ടാണെങ്കിലും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ ഏതു തന്നെ ആയിരുന്നാലും നാം താണു പോകുവാൻ, നാം നശിച്ചു പോകുവാൻ, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുവാൻ യേശു ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം മുങ്ങി മരിക്കുവാൻ തുടങ്ങുന്ന പത്രോസിനെ യേശു കൈക്ക് പിടിച്ചു ഉയർത്തി തന്നോട് ചേർത്ത് നിർത്തിയെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും അവരുടെ ഏതവസരത്തിലും അവരെ സഹായിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ, അവരെ സൗഖ്യമാക്കുവാൻ യേശു കൂടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വളരെ വലുതായിരിക്കട്ടെ, ഉറച്ചതായിരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ